ഹലോ, അതെല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയും കാറ്റും അങ്ങനത്തെ ഒരു പ്രകൃതിയാണ്. നല്ല തണവാണ് കേട്ടോ. സുക്രൂനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ മെക്കാനിക് പോകാൻ പോയിട്ടുണ്ട്. അവന്റെ പേര് ഇന്ദ്രാജി എന്നാണ് കേട്ടോ. വലിയൊരു ഉപകാരമാണ് അവൻ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് പോയി കൊണ്ടുവരണ്ടേ. പക്ഷെ അവൻ കൊണ്ടുവരും. അപ്പൊ മഴയാണ്. അപ്പൊ അതുകൊണ്ട് കോട്ടൊക്കെ കൊടുത്തയച്ചിരിക്കുകയാണ്. അപ്പൊ പിള്ളേരുടെ ഓരോരോ കഷ്ടപ്പാടല്ലേ. അപ്പൊ ശുക്ർ വരുന്നതിന് മുന്നേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ശുക്ർ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവൻ പോയ തക്കത്തിന് കയറി ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ എന്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ പെർമനന്റ് ഹെയർ ബ്ലോഡറിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലതാണോ, എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, എനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിട്ടുള്ളത്, കാശ് എത്ര ചെലവായി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ലായിരിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എവിടെയാണ് ഞാനത് ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും ഇങ്ങനത്തെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എന്റെ മുടിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുടി ഭയങ്കരമായിട്ട് കേളും അല്ല, ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റും അല്ലാത്തൊരു ഒരു മിഡിൽ ടൈപ്പ് മുടിയായിരുന്നു കേട്ടോ. ഒരു മിഡിൽ ടൈപ്പ് മുടിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കൂല, പക്ഷെ അധികം നീളനും അല്ല. ഇങ്ങനെ ബേബി ഹെയർസ് ഒക്കെ എന്തായാലും ഇങ്ങനെ ചുരുണ്ടാണ് കിടക്കുന്നത്. ഞാനിപ്പോ ചെയ്തിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നന്റ് ആയി, ഡെലിവറി ഒക്കെ കഴിഞ്ഞു. എന്നാലും അതിന്റെ ഒരു അംശങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്ന മുടികൾ നമ്മുടെ ഒറിജിനൽ ഹെയറേ വരുള്ളൂ കേട്ടോ. അതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഹെയറിനെ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹെയർ ആയിരുന്നു കേട്ടോ എന്റെ. ഇച്ചിരി കേളി ഹെയർ ആണ്, ഇത്തിരി ഉള്ളു തോന്നിക്കുന്ന ടൈപ്പ് ഒരു ഹെയർ ആയിരുന്നു കേട്ടോ. തീരെ എനിക്ക് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും നമ്മുടെ നോർമൽ ക്ലിപ്പ് ഒന്നും കൊള്ളൂലായിരുന്നു, അത്രക്കുള്ളായിരുന്നു. അപ്പൊ എല്ലാവരും പറയും പിന്നെ പെയിനിന്റെ ശല്യം. പിന്നെ ഈ പെയിൻ ഉള്ളത് കൊണ്ട് ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പെയിൻ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ മാന്തുമ്പോ അത് ഹെയറിന് ഭയങ്കര മസാജിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. പക്ഷെ താരൻ അങ്ങനെയല്ല. താരൻ വന്നിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയാനാണ് അതിന്റെ ഒരു ഇതുണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് പെയിൻ ഉണ്ടാവുമ്പോൾ നല്ല ഉള്ളുണ്ടായിരുന്നു മുടിക്ക്. നമ്മളിങ്ങനെ മാന്തുമ്പോ തലയ്ക്ക് അത് ഭയങ്കര മസാജിങ് ആണ്. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടി നമുക്ക് മുടി നന്നായിട്ട് പനങ്കുല പോലെ നീളം വെക്കുന്നല്ല, നല്ലോണം ഉള്ളു വെക്കാനായിട്ട് സഹായിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആർക്കെങ്കിലും വേറൊരു ഇതുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ മുടി കുറച്ച് ഭാഗം ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. കാരണം ക്ലിപ്പ് കൊള്ളൂല. ഞാൻ തള്ളൊന്നല്ല കേട്ടോ. എന്താണ്, എന്നെ കുഞ്ഞിലെ അറിയുന്നവർക്ക് പലർക്കും അറിയാൻ പറ്റും, നല്ല തിക്കായിരുന്നു എന്റെ മുടി. അങ്ങനെ അത്യാവശ്യം, പക്ഷെ ഒരു പരിധി വിട്ട് നീട്ടം വെക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. ഭയങ്കര നീട്ടം വെക്കൂല, എത്ര ശ്രമിച്ചാലും ഭയങ്കര നീട്ടം വെക്കൂല. എന്റെ അമ്മയുടെ എന്നെക്കാളും കുറച്ചും കൂടെ നല്ലൊരു ചുരുണ്ട മുടിയാണ്. എന്റെ അമ്മയുടെ അങ്ങനെ തന്നെയാണ്, ഒരു പരിധി വിട്ട് നീളം വെക്കൂല. അത് തന്നെയാണ് എന്റെ ഹെയറും, ഒരു പരിധി വിട്ട് വെക്കൂല. അങ്ങനെ വലുതായി. പിന്നെ ഒരു അഡ്വാൻറ്റേജസ് എനിക്ക് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്ലോറിൻ വെള്ളത്തിലല്ല, നമ്മുടെ പൈപ്പ് വെള്ളത്തിലല്ല തല കഴുകുന്നത്. ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ കിണറ്റിലെ വെള്ളത്തിലാണ് തല കഴുകുന്നത്. അതുകൊണ്ട് തന്നെ തീരെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. കല്യാണ ശേഷമാണ് ക്ലോറിൻ വെള്ളത്തില് മുടി കഴുകി തുടങ്ങിയത്, നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോ അത് ശ്രദ്ധിക്കണം. ഈ കൂടുതലും കിണറ്റിലെ വെള്ളത്തിൽ കഴുകുവാണെങ്കിൽ നല്ലോണം ഗ്രോത്ത് ഉണ്ടാവും. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാട്ടോ. മുടി കൊഴിയാതിരിക്കാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാട്ടെ. ഞാൻ പണ്ടിങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവില്ലേ, കുറെ ഒറ്റമൂലികൾ എന്ന് പറഞ്ഞിട്ട് കുറെ ഇതുണ്ട്. അതിലൊക്കെ ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേറെ സെക്ഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ബ്ലോഡറിങ്ങിന്റെ കാര്യം പറഞ്ഞുതരാം. കല്യാണ ശേഷമാണ്, അതായത് കല്യാണത്തിന് മുന്നേ നമുക്ക് ഇതിന്റെ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അമ്മയച്ഛനും സമ്മതിക്കുന്നില്ല. പണ്ടൊന്നും ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാ ഇത്രക്ക് പോപ്പുലർ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സകലരും, ഇപ്പൊ 100 പേര് എടുക്കുകയാണെങ്കിൽ 60 പേരും ഇത്തരം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേട്ടോ. അപ്പൊ ഞാൻ സുക്രൂനെ പ്രസവിച്ച് അവനൊരു 1.5 വയസ്സ് 2 വയസ്സ് ആയപ്പോഴാണ് കേട്ടോ ഞാനിത് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ ഞാൻ കൊടുങ്ങല്ലൂർ DNC എന്ന് പറഞ്ഞിട്ടൊരു സലൂണിലാണ് ചെയ്തത്. അവിടെ സുജി ശ്വേത എന്ന് പറഞ്ഞിട്ട്
ഒരു ചേട്ടനാണ്. ആള് വളരെ കമ്പനിയാണ്. നമുക്ക് അവിടെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിരിക്കും. പലരും പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടാണ് ഞാൻ പോയത്. പിന്നെ പലരും പറഞ്ഞ് ആള് മുടി വെട്ടാൻ നല്ല അടിപൊളിയായിട്ട് മുടി വെട്ടി തരും. നമ്മൾ ജസ്റ്റ് ഒരു മുടി വെട്ടാൻ പോയാൽ പോലും നമുക്ക് എന്തെയ്യുന്ന് വെച്ചാൽ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് തരും. എന്നിട്ടൊക്കെയാണ് നമുക്ക് മുടി വെട്ടുന്നത്. സാധാ പോയി മുടി വെട്ടലല്ല. ഇച്ചിരി കൊടുങ്ങല്ലൂരിലുള്ള ഇത്തിരി വലിയ മുന്തിയ സലൂണിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. ഞാൻ നാച്ചുറലിൽ പോയിട്ടുണ്ട്, ബെറിക്സിൽ പോയിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ തമ്മിൽ നല്ലത് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ സുജീഷ് ചേട്ടന്റെ അടുത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കൊടുങ്ങല്ലൂരിലാണെങ്കിൽ കേട്ടോ. പിന്നെ മുടി വെട്ടിയാലും വളരും, ചിലവർ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വളരില്ല, അങ്ങനത്തെ ഒരു വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലവർക്ക് ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് ഞാനിത് ഹെയർ ബ്ലോട്ടറിങ് ചെയ്തത്. പിന്നെ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ കിടക്കൂലേ, അങ്ങനത്തെ ടൈപ്പ് എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് അങ്ങനെ നേരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് ഇത്തിരി കേളി ആയിട്ട് കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പിന്നെന്ന് പറയണത് എനിക്കൊരു ഇതെന്ന് പറയുന്നത്, എന്റെ മുടി മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി നമ്മ ഇത്രയും നേരം ചെയ്ത ആ ഒരു മേക്കപ്പിന്റെ ഭംഗി മുടി എന്ത് ചെയ്താലും കിട്ടില്ലായിരുന്നു. അതെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ, ഈ ഫ്രണ്ട് പോർഷൻ എന്തെങ്കിലും ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താലും വലിയൊരു ഭംഗിയായിട്ട് തോന്നില്ല. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചു വാരി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തോന്നും. ഈ വീഡിയോന്റെ അടിയിൽ ഞാൻ ബ്ലോഡറിങ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിന്റെ മുടിക്ക് ഏറ്റവും നല്ലത് ബ്ലോഡറിങ് ആണ്, അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നീളമുള്ള മുടിക്ക് സ്ട്രൈറ്റനിങ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നീ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോഡറിങ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലോഡറിങ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ബ്ലോഡറിങ് ചെയ്തു കേട്ടോ. ബ്ലോഡറിങ് ചെയ്തു. ഭയങ്കര കംഫർട്ടായിട്ടാണ് നമ്മൾ അവർ കൊണ്ടു നടക്കുക. കാരണം എന്റെ മുടിയിലൊക്കെ ആകെ ഇങ്ങനെ കുറെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, ഡിസ്റ്റർബ് ആണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഒരു ചകിരി പോലത്തെ ഒരു അവസ്ഥയായി. കാരണം സുക്രുവിന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എണ്ണയും കുറെ സാധനങ്ങളൊക്കെ പരട്ടി ആകെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുടി. എന്നിട്ടാണ് ഞാൻ ആ ചേട്ടൻ്റെ പോയി. ഞാൻ എന്ന് പോകുമ്പോൾ ആ ചേട്ടൻ പറയും, നിന്റെ മുടി നിനക്ക് സൂക്ഷിച്ചൂടെ, നല്ല തിക്കുള്ള മുടിയല്ലേ, നല്ലോണം സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരുമല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഈ ഒരു കുട്ടികളും പണികളും അങ്ങനെ ഇടയിലേക്ക് എനിക്ക് സൂക്ഷിക്കാനായിട്ട് നേരം ഉണ്ടായില്ല. പക്ഷെ എനിക്കിപ്പം നല്ലോണം സൂക്ഷിക്കേണ്ടിട്ട്, കാരണം എനിക്ക് ഇപ്പോഴാണ് ഒരു ബോധ്യം, നമ്മുടെ ഹെയർ, നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡിയൊക്കെ നല്ലോണം വന്നാൽ നമുക്ക് അതിനോടൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മ ആദ്യം നമ്മളെ നോക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നോക്കാൻ. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മളെ നോക്കാൻ നമ്മളെ ഉള്ളൂ. അവരെ നോക്കാൻ ചിലപ്പോൾ നമ്മളുണ്ടാവും, പക്ഷെ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം സെൽഫ് റെസ്പെക്ട് വേണം. നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. എന്റെ ഒരു പോളിസി അതാണ് കേട്ടോ. നമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കുറേ ജീവിച്ച് അവരവരെ കാര്യം നോക്കി പോവും. ഇപ്പൊ മക്കളായാലും അവരെ സ്നേഹിക്കേണ്ടെന്നല്ല, അവരവരെ കാര്യം നോക്കി പോവും. നമുക്ക് നമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ ഏണിങ്സ്, നമ്മുടെ ഇതൊക്കെ, നമ്മുടെ സന്തോഷം കുറച്ച് കണ്ടെത്തണം. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ മറ്റവർക്ക് കൊടുക്കരുത്. എന്റെ ഒരു അഭിപ്രായം ഉണ്ട് പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലിക്കാം, വേണമെങ്കിൽ പ്രതികൂലിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ ഒരു അഭിപ്രായം പറയണം. ഞാനിപ്പോ കുറച്ച് 2-3 വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്. ആദ്യം എന്നെ സ്നേഹിച്ചിട്ടേ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുള്ളൂ. കാരണം എനിക്ക് എന്റെ കുറച്ച് സന്തോഷങ്ങളുണ്ട്, എന്റെ ഇഷ്ടങ്ങളുണ്ട്. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വീഡിയോസ് ആണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഫാമിലിയുടെ കൂടെ പോണം. ഫാമിലിയുടെ കൂടെ പോവാണ്ട് നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ, അതും നമ്മൾ ആസ്വദിക്കണം. നമ്മുടെ കോളേജ് ലൈഫ് കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു ഗൈസ്, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഹെയർ ബ്ലോട്ടിങ് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്തത്. നല്ല രസമായിരുന്നു. ഒരു സെക്ഷൻ ഒരാൾ ചെയ്യും, മറ്റേ സെക്ഷൻ മറ്റാൾ ചെയ്യും, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം ചെയ്തിട്ട് നല്ല അടിപൊളി ലുക്കായിരുന്നു. ഞാൻ വെറുതെ പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. നമുക്ക് നമ്മളെ തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് തോന്നും. ഓ സൂപ്പറാണല്ലോ. നമ്മുടെ ആ മുടിയിൽ മാറ്റം വരുമ്പോ തന്നെ നമ്മ അടിപൊളിയാവും. ഇപ്പൊ സിനിമാ താരങ്ങളൊക്കെ കണ്ടിട്ടില്ല, അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് എന്ത് ഭംഗിയാണ് ദൈവമേ എന്നൊക്കെ വിചാരിക്കില്ല. വെറുതെയാണ്. നമ്മടെ പോലെ ഈ മുടിയും ഈ മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് നടന്നാൽ നമ്മടെ പോലെ തന്നെ ഉള്ളൂ. പക്ഷെ ഇറ്റുങ്ങള് എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തേച്ചിട്ടാണ് ഇങ്ങനെ. നമ്മളും അതേപോലെ തേച്ചിട്ടാണ് നമ്മ അതേപോലെ ആവും. മനസ്സിലായ? ഇപ്പൊ സിനിമയിലോട്ട് ഫസ്റ്റ് വരുന്നവർ ഒട്ടും ഭംഗി ഉണ്ടാവില്ല, പിന്നെ പിന്നെ അവർ ഭംഗി വെക്കും. കാരണം അത്രക്ക് അവർക്ക് പ്രൊഡക്ട്സിനെ പറ്റി അറിയാൻ പറ്റും, മേക്കപ്പിനെ പറ്റി അറിയാൻ പറ്റും.
അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ഭംഗി വെക്കും. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും മുടിയൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, ആയിരങ്ങളുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതേപോലെയൊക്കെ തന്നെ ആവും. പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ബ്ലോഡറിങ് ഒക്കെ ചെയ്തിട്ടാ. ബ്ലോഡറിങ് ചെയ്യുമ്പോൾ ആള് പറഞ്ഞത് കുളിക്കാം, എല്ലാ ദിവസവും കുളിക്കണം, മേല് മാത്രം. തല ആഴ്ചയിൽ 2 ദിവസം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. നമ്മൾ കുളിച്ച് വെറുതെ തലനെ ഡിസ്റ്റർബ് ചെയ്യരുത്. പിന്നെ കുളിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും ഷാമ്പും കണ്ടീഷണറും മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ആള് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മൾ കുളിക്കും തോറും നമ്മുടെ ആ ഒരു ഇത് പോകുന്ന പറയുന്നത്, മനസ്സിലായില്ലേ. പിന്നെ ആള് പറഞ്ഞു നമുക്ക് വരുന്ന ആ ഒരു മുടി നമ്മുടെ ഒറിജിനൽ മുടിയെ വരുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് റൂട്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ വരാം. അതിന് നമുക്ക് ഈ ഒരു റേറ്റ് വരില്ല. ഏകദേശം ഒരു 6000 എബോവ് ആയിട്ടോ ഞാൻ ചെയ്തപ്പോ. നമ്മൾ ഈ റൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 2000 രൂപയും കൂടി ആവും. അത് ഏകദേശം ഒരു 4 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. 4 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇത് വരിക. പക്ഷെ ഞാൻ ബ്ലോഡറിങ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമേ റൂട്ട് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഞാൻ രണ്ടാമത് ക്യാരിയിങ് ആയി. പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചാള് കഴിയട്ടെ, എന്നിട്ട് ഒക്കെ നോക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മുടി വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ബ്ലോഡറിങ്ങിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഇവിടം വരെ സ്ട്രൈറ്റ് ആയിരിക്കും, അടി ഇങ്ങനെ കേൾ ആയിട്ടായിരിക്കും കിടക്കുക. അപ്പൊ നല്ലൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് വരും. ഫോട്ടോ ഞാൻ ബാക്കിൽ ഇടാവേ. നല്ലൊരു നാച്ചുറൽ ലുക്ക് വരും. പിന്നെ സ്ട്രെയിറ്റനിങ് ഉണ്ട്, അതേപോലെ തന്നെ കെരാറ്റിൻ ഉണ്ട്. കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു ഹെയറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അത്, കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരുന്ന മുടി അതേപോലെ തന്നെ വരുന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ഫ്രണ്ടിന് അങ്ങനെ വന്നിട്ടില്ല. എന്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കെരാറ്റിൻ. വളരുന്ന മുടി അതേപോലെ തന്നെ വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ ഇല്ലാന്നാ പറഞ്ഞത്. പിന്നെന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ഇതൊക്കെ ബ്യൂട്ടി പാർലറുകാർ പറയുന്നത് കെരാറ്റിൻ ആണ് കൂടുതൽ നല്ല ട്രീറ്റ്മെന്റ്. കാരണം കുറച്ച് നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണെന്ന്, കെമിക്കൽസ് കുറവായിരിക്കും, ഇത് നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ബ്ലോ ഡ്രൈ കിടക്കൂല, സ്ട്രെയിറ്റ് പോലെ ആയിരിക്കും കിടക്കാട്ടോ. അപ്പൊ അതുകൊണ്ട് അവരും എനിക്ക് പ്രിഫർ ചെയ്തത് ബ്ലോഡറിങ് ആണ്, എനിക്കും ഇഷ്ടപ്പെട്ടത് അതാണ്. അങ്ങനെ നമ്മൾ അത് ചെയ്തു. പിന്നെ അത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു സ്പാ ചെയ്യാനായിട്ട് പിറ്റേ ദിവസം, നമ്മൾ ചെയ്തതിന്റെ പിറ്റേ ദിവസം വരണം എന്ന് പറഞ്ഞ് അങ്ങനെ സ്പാ ചെയ്തു. അങ്ങനെ 2 മാസം കൂടുമ്പോൾ ഞാൻ റൂട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അന്നും ഞാനത് സ്പാ ചെയ്തിട്ട്. ഈ സ്പാ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളില്, നമ്മൾ മുടി കൊഴിയുന്നത് കുറക്കാനുള്ള ഒരു സംഭവം കൂടെ ആ സ്പായിൽ അവർ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ നമുക്കത് വളരെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുക്രൂന്റെ ഗർഭിണിയായിരുന്നു. അപ്പൊ എനിക്ക് നന്നായിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമല്ലോ, ഡി കഴിക്കും, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കും. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളർന്നു. പ്രസവിച്ച് കഴിഞ്ഞപ്പോ ആ വളർന്ന പോലെ തന്നെ നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ വലിക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ലോണം മുടി പോയിരുന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ സ്പാ ചെയ്തതിന് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കെമിക്കൽ ആയിരിക്കും എങ്കിലും എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിഞ്ഞൂടെ, കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിഞ്ഞൂടാ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ബ്ലോഡറിങ് ചെയ്തു, അതിനുശേഷം സ്പാ ചെയ്തു. ആദ്യം ഞാൻ ലെയർ വെട്ടിയിട്ടാണോ ബ്ലോഡറിങ് ചെയ്തത്. അപ്പൊ തന്നെ നല്ലൊരു ഭംഗി വന്നു. പിന്നെ റൂട്ട് ചെയ്തപ്പോൾ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം മാത്രം ചെയ്തോളൂ. മുഴുവൻ ചെയ്യാനായിട്ട് ഒരുപാട് പൈസ വരും. ഫ്രണ്ട് ഭാഗം മാത്രം ചെയ്തോളൂ. ഫ്രണ്ട് ഭാഗം ചെയ്താൽ തന്നെ നമുക്ക് ഒരുമാതിരി നല്ല ഹെയർ സ്റ്റൈൽ വരുമല്ലോ, നല്ലോണം ഭംഗിയുണ്ടാവും. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ എനിക്ക് പിന്നെന്ന് പറയുന്നത് നമ്മുടെ വളരുന്ന മുടി നമ്മുടെ ഒറിജിനൽ മുടി വരുള്ളൂ. അങ്ങനെ വളർന്ന് ഞാൻ ക്യാരിയിങ് ആയി, പറഞ്ഞല്ലോ, ക്യാരിയിങ് ആയി. ഡെലിവറി കഴിഞ്ഞിട്ട് നന്നായിട്ട് മുടി വളർന്നു. അപ്പൊ ഇവിടം വരെ എന്റെ ഒറിജിനൽ മുടിയായി. അതിനുശേഷം ഈ ഒരു ഹിപ്പ് വരെ മുടി വളർന്നു. അടി നല്ലോണം ചുരുണ്ടായിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മുടി ആ അടിഭാഗം വെട്ടിക്കളഞ്ഞപ്പോ എന്റെ മുടി കണ്ടില്ലേ ഇങ്ങനെ സ്ട്രൈറ്റ് ആയി. അതായത് ഇവിടം വരെ സ്ട്രൈറ്റ് ആയിട്ട് ബ്ലോഡറിങ് ചെയ്ത ഭാഗം അവിടെ ചെയ്തിട്ടില്ല, അതിന് ചുരുണ്ട് കിടക്കണായിരുന്നല്ലോ. അപ്പൊ അത് വെട്ടിക്കളഞ്ഞപ്പോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയി. അപ്പൊ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു സ്ട്രൈറ്റ് ചെയ്തോ ചോദിക്കും. ഞാൻ ശരിക്കും സ്ട്രൈറ്റ് ചെയ്തതല്ല, എന്റെ ആ ബ്ലോഡറിങ് ചെയ്ത സംഭവം അടിഭാഗം ചുരുണ്ടത് വെട്ടിക്കളഞ്ഞതാണ്. അപ്പോ എനിക്ക് സ്ട്രൈറ്റ് ചെയ്യാൻ, എന്നിട്ട് ഞാനത് സ്പാ ചെയ്തിട്ടാ. സ്പാ ചെയ്തിട്ട് എനിക്ക് നല്ലോണം മാറ്റം വന്നു. ആ ഹെയർ ഫോളിൽ എനിക്ക് നല്ലോണം മാറ്റം വന്നിട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലായാലും നമ്മുടെ ഫേസിലായാലും നമ്മുടെ ഈ ബോഡിയുടെ ഏത് പാർട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ
അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് പോയി ചെയ്യണം. അല്ലാണ്ട് ലോക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് എഫക്റ്റ് അടിക്കും, നല്ല പണി കിട്ടും. കാരണം വില കുറഞ്ഞ ക്രീമുകളും വില കുറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ കൂടെ നമ്മുടെ മുടിയിലൊക്കെ ചെയ്ത് ചകിരി പോലെ ആയിട്ട് നമ്മുടെ മുടി ആകെ നശിച്ച് നാറാണക്കല്ലെത്തും. ഇത് നല്ലൊരു സ്ഥലത്താണ് പോകുന്നത്, ഇച്ചിരി കാശ് കൂടുതലാണെങ്കിൽ നമ്മുടെ മുടി നല്ലോണം നിൽക്കും. എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. നമ്മള് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യരുത്, മുടി നശിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു നാശം സംഭവിച്ചിട്ടില്ല. എന്റെ മുടി നല്ല അടിപൊളിയായി വരുന്നുണ്ട്. വരുന്നുണ്ടല്ല, ഒട്ടും നാശം സംഭവിച്ചിട്ടില്ല. ഡെലിവറി ആ ഒരു സമയത്ത് നമ്മുടെ ടാബ്ലറ്റ്സിന്റെ ആ ഒരു വേരിയേഷൻ പിന്നെ കുറച്ച് കൊഴിഞ്ഞെന്നല്ലാണ്ട് എനിക്ക് മുടിയിൽ ഡാമേജോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ അപ്പൊ എന്റെ മുടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എന്റെ മുടി എന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ ഉള്ളുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് ഭാഗം എന്റെ ഒറിജിനൽ മുടിയാണ് വന്നിട്ടുള്ളത്. കണ്ട, ഇത് ഈ ഭാഗം എന്റെ ഒറിജിനൽ മുടിയാണ്. പിന്നെ അങ്ങോട്ട് സ്ട്രൈറ്റ് ആണ്. കണ്ട, പിന്നെ അങ്ങോട്ട് സ്ട്രൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു 3-4 വട്ടമൊക്കെ ഇത് 3-4 വട്ടമൊക്കെ തല കുളിക്കാറുണ്ട്. എങ്കിലും എല്ലാ ദിവസവും ഞാൻ കുളി നിർത്തി. കാരണം നമ്മുടെ മുടിക്ക് ഭയങ്കര ഡാമേജ് ആണ് ഈ എണ്ണ തേച്ച് എല്ലാ ദിവസവും നമ്മള് മുടി കുളിക്കുന്നത്. നമ്മുടെ മുടിക്ക് നമ്മൾ അധികം മുടിനെ ഉപദ്രവിക്കാണ്ടിരിക്കുക. മുടിയുള്ളവരും പറഞ്ഞ ഒരു റെമഡിയാണത്. അധികം നമ്മൾ കുളിക്കാണ്ട് മുടിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ മേല് കുളിക്കണം. നമ്മൾ കുളിച്ചോന്ന് കഴിയുമ്പോൾ കുളിച്ചോ, മേല് കുളിച്ചതും തുല്യമാണ്. നമ്മുടെ തലമുടി അധികം നനയ്ക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഷാമ്പുവും കണ്ടീഷണർ എന്ന് വെച്ചാൽ ഡോവിന്റെ ആണ് കേട്ടോ. കുറച്ച് നല്ലത് അതാണ്, ഡോവിന്റെ ആണ്. കുറച്ച് നാള് നിൽക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, 5 രൂപയുടെ സൺഷാ പാക്കറ്റ് കണ്ടിട്ടില്ലേ? ഒരു ഭാഗത്ത് ഷാമ്പു മറ്റേ ഭാഗത്ത് കണ്ടീഷണറായിട്ട്. അത് നല്ലതാണ് കേട്ടോ, കാരണം നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും. മറ്റേ കുപ്പിയിലുള്ളതാണെങ്കിൽ നമ്മൾ എത്രത്തോളം എടുക്കണം നമുക്ക് പറ്റും. ഞാനൊക്കെ കണ്ടീഷണറൊക്കെ കുപ്പിയിലെ കണ്ടീഷണറൊക്കെ ഞാൻ ഒരുപാട് എടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടീഷണർ ഇടാനായിട്ട്. നല്ല സോഫ്റ്റിലിരിക്കില്ല. അപ്പൊ നമ്മള് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ. ഷാമ്പൂ കണ്ടീഷണർ ഇടാനായിട്ട് എല്ലാവർക്കും അറിയില്ലേ? ആദ്യം ഷാമ്പൂ ഇടാം, അതിനുശേഷം അത് കഴുകി കളഞ്ഞിട്ട് വെറ്റായിട്ടുള്ള ആ ഒരു മുടിയിൽ കണ്ടീഷണർ ഇടാം, എന്നിട്ട് നല്ലോണം കഴുകി കളഞ്ഞാൽ മതി ഇടാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. എനിക്ക് വേറെ ബാഡ് എഫക്റ്റ് ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ പെർമനന്റ് ഹെയർ ബ്ലോഡറിങ് ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടങ്ങളും വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാകാം, പക്ഷെ അത് എനിക്ക് തോന്നുന്നു വില കുറഞ്ഞ സംഭവങ്ങൾ ചെയ്തിട്ടായിരിക്കും. ഇത്തിരി അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഹെയർ നിൽക്കും. അപ്പോ ആ ഒരു സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോഴും എന്റെ ആ ഒരു സ്ട്രൈറ്റനിങ് പോയിട്ടില്ല. ഞാൻ ഇവിടെയൊക്കെ സെറോക്കെ വെച്ചിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ബ്ലോഡറിങ് ചെയ്ത പോലെ തന്നെ കിടക്കും. പക്ഷെ അടിഭാഗം ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാനത് വെട്ടിക്കളഞ്ഞല്ലോ. പിന്നെ എന്നെ വെട്ടിക്കളഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞെന്നോട്, വെട്ടല്ലേ വെട്ടല്ലേ വെട്ടല്ലേ, നല്ല ഭംഗിയില് നല്ല നീളത്തിൽ കിടക്കുന്നു. പക്ഷെ കൊഴിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെലിവറി കഴിഞ്ഞ നമ്മ മരുന്നൊക്കെ നിർത്തൂലേ, അപ്പൊ ഭയങ്കര കൊഴിച്ചിലായിരുന്നു. അപ്പൊ നീ കാണുമ്പോ സഹിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വെട്ടിയതാണ്. വെട്ടിക്കഴിഞ്ഞ ആ ഒരു സ്പാ ചെയ്തപ്പോ സെറ്റ് ആയിട്ടാ. ഞാൻ ചെയ്തത് ചന്തപുരത്തണ്ട, നമ്മുടെ എവിടെയാ നമ്മുടെ ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അവിടെ റൈറ്റ് സൈഡില് ഇറക്കത്തില് ആണ് ഞാൻ ചെയ്തത് കേട്ടോ. നമ്മുടെ DNC എന്ന് പറഞ്ഞിട്ട് സുജീഷ് എന്ന് പറഞ്ഞിട്ടൊരു സലൂണിലാണ് ചെയ്തത്. അവിടെ ബെറിക്സ് നാച്ചുറൽസ് ഒക്കെ ഉണ്ട്. അവിടെ ഭയങ്കര റേറ്റ് കൂടുതൽ. അതേപോലെ തന്നെ ഇത്ര ഒരു കംഫർട്ട് സോൺ ആയിരിക്കും എന്ന് പറയാനും പറ്റില്ല. ഞാൻ പോയിട്ടില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. പിന്നെ എന്താണ്, ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ ഞെക്കണം കേട്ടോ. കാരണം എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരണമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ദയവേത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.